ഏറ്റവും വിനാശകരമായ ആയുധങ്ങളുടെ നിയന്ത്രണ രേഖകൾ ഇന്ന് മാഞ്ഞു പോകുകയാണ്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാനത്തെ വലിയ ആണവായുധ നിയന്ത്രണ ഉടമ്പടിയായ ന്യൂ സ്റ്റാർട്ട് കാലഹരണപ്പെടുമ്പോൾ അത് കേവലം ഒരു കരാറിന്റെ അവസാനമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി ലോകത്തിന്റെ സമാധാനം നിലനിർത്തിയിരുന്ന ആഗോള സുരക്ഷാ ചട്ടക്കൂടിന്റെ പൂർണ്ണമായ തകർച്ച കൂടിയാണ്. 2026 ഫെബ്രുവരി 5 എന്ന ഈ തീയതി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ഒരു പുതിയ ശീതയുദ്ധത്തിന്റെയോ അതോ അതിലും ഭയാനകമായ ഒരു ആണവ മത്സരത്തിന്റെയോ തുടക്കമായിട്ടായിരിക്കും. പടിഞ്ഞാറൻ ശക്തികളുടെ ഏകപക്ഷീയമായ ആധിപത്യം തകർക്കപ്പെടുന്ന ഈ നിർണായക ഘട്ടത്തിൽ റഷ്യ തങ്ങളുടെ സൈനിക കരുത്ത് ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കുന്നതും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രഖ്യാപിക്കുന്നതും ലോകം ഉറ്റുനോക്കുന്നു. ശീതയുദ്ധകാലത്തെ ഭയാനകമായ ആയുധപ്പെരുപ്പത്തിന് കടിഞ്ഞാണിടാൻ 2009 പ്രാഗിൽ വെച്ച് ഒപ്പുവെച്ച ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി അമേരിക്കയും റഷ്യയും വിന്യസിക്കാവുന്ന തന്ത്രപരമായ ആണവ പോർമുനകളുടെ എണ്ണം 1550 പരിമിതപ്പെടുത്തി. ഇതൊരു സമാധാന ശ്രമമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദശകത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങൾ ഈ ആഗോള സുരക്ഷാ ചട്ടക്കൂടിനെ അപ്പാടെ തകർത്തു. INF ഉടമ്പടി, ഓപ്പൺ സ്കൈസ് ഉടമ്പടി, പരമ്പരാഗത സൈനിക ഉടമ്പടി തുടങ്ങിയ ആഗോള സമാധാനത്തിന്റെ തൂണുകളായിരുന്ന പല കരാറുകളിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറി. കരാർ അവസാനിച്ചാൽ അവസാനിക്കട്ടെ, ഞങ്ങൾ ഇതിലും മികച്ച ഒന്ന് നിർമ്മിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട് ആഗോളതലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭരണകൂടം ഇന്ന് വളരെ വ്യക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. തങ്ങളുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന പുതിയ ഭീഷണികളെ നേരിടാൻ റഷ്യ സജ്ജമാണ് എന്നും പഴയ കരാറുകളുടെ ബാധ്യതകൾ ഇനി തങ്ങളെ തളച്ചിടില്ലെന്നുമാണ് റഷ്യയുടെ പ്രഖ്യാപനം. അമേരിക്കയുടെ പക്കലുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഗോൾഡൻ ഡോം പോലെയുള്ള മിസൈൽ പ്രതിരോധ പദ്ധതികൾ ആണവ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുമോ എന്ന സംശയം ചിലർ നിലനിർത്തുന്നുണ്ട് എങ്കിലും ഇതിനെ മറികടക്കാൻ റഷ്യ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക അജയ്യമായ ആയുധങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അമേരിക്കയുടെ പ്രതിരോധ കവചങ്ങളെ നിഷ്പ്രഭമാക്കുന്ന സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈലുകളും ഭൂഖണ്ഡങ്ങൾ താണ്ടി ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്ന സാർമെറ്റ് എന്ന വിനാശകാരിയും ശതാബ്ദി വേഗത്തിൽ സഞ്ചരിക്കുന്ന അവാങ്കാർഡ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനവും റഷ്യയുടെ കരുത്ത് 10 ഇരട്ടിയാക്കുന്നു. ഇവയുടെ ലക്ഷ്യം ആക്രമണമല്ല, മറിച്ച് റഷ്യയെ ആക്രമിക്കാൻ മുതിരുന്ന ഏതൊരു ശക്തിയും തടയുക എന്നതാണ്. പുതിയ ആയുധ മത്സരം ലോകത്തെ സമ്പദ് വ്യവസ്ഥയിൽ സങ്കീർണവും ദൂരവ്യാപകവുമായ ആഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ആയുധ നിയന്ത്രണ ഉടമ്പടികൾ തകരുന്നതോടെ വൻശക്തികൾ തങ്ങളുടെ ബജറ്റിന്റെ വലിയൊരു വിഹിതം പ്രതിരോധ മേഖലയിലേക്ക് മാറ്റാൻ നിർബന്ധിതരാകുന്നു. ഇത് വിദ്യാഭ്യാസവും ആരോഗ്യവും പോലുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന ഗൺ വേഴ്സസ് ബട്ടർ എന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലുകളെ നേരിടാൻ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ബില്യൺ കണക്കിന് ഡോളർ മുടക്കി പുതിയ പ്രതിരോധ കവചങ്ങൾ നിർമ്മിക്കുമ്പോൾ ആഗോളതലത്തിൽ പണപ്പെരുപ്പം വർദ്ധിക്കാനും കടബാധ്യതകൾ ഉയരാനും സാധ്യതയുണ്ട്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യയെ സാമ്പത്തികമായും സൈനികമായും തളർത്താൻ ശ്രമിക്കുമ്പോഴും റഷ്യ തങ്ങളുടെ സൈനിക മുൻതൂക്കം നിലനിർത്തുന്നു. ഇത് സാങ്കേതിക വിദ്യയുടെയും വിഭവങ്ങളുടെയും വിഭജനത്തിനും കാരണമാകുന്നു. സൈനിക കരുത്തിനൊപ്പം റഷ്യയുടെ തന്ത്രപരമായ നീക്കങ്ങളും ലോകരാഷ്ട്രീയത്തിൽ നിർണായകമാണ്. ആർട്ടിക് മേഖലയിൽ റഷ്യ വർദ്ധിപ്പിച്ചു വരുന്ന സൈനിക സാന്നിധ്യം ഭാവിയിലെ ആഗോള വ്യാപാര പാതകളിൽ റഷ്യയ്ക്കുണ്ടാകുന്ന അനിഷേധ്യമായ മേധാവിത്വം വ്യക്തമാക്കുന്നു. മഞ്ഞുരുകുന്നതിലൂടെ തുറക്കപ്പെടുന്ന നോർത്തേൺ സീ റൂട്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് ഗതാഗത പാതയെ മാറാൻ പോവുകയാണ്. ഇത് മുൻകൂട്ടി കണ്ട് ആർട്ടിക് പ്രദേശത്ത് റഷ്യ തങ്ങളുടെ അത്യാധുനിക താവളങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഐസ് ബ്രേക്കർ കപ്പലുകളും വിന്യസിപ്പിച്ചു കഴിഞ്ഞു. പാശ്ചാത്യ ശക്തികൾക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത ഈ മേഖലയിൽ റഷ്യൻ ആധിപത്യം ഉറപ്പിക്കുന്നതോടെ ആഗോള ഊർജ്ജ വിഭവങ്ങളുടെ നിയന്ത്രണത്തിലും വ്യാപാര സുരക്ഷയിലും റഷ്യയ്ക്ക് വലിയ സ്വാധീനം ലഭിക്കും. ഇത് റഷ്യയുടെ സൈനിക ശേഷിയെ കേവലം ഒരു പ്രതിരോധ കവചം എന്നതിലുപരി ആഗോള സാമ്പത്തിക ക്രമത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള തന്ത്രപരമായ കരുത്തായി മാറ്റുന്നു. സെമി കണ്ടക്ടറുകൾ, അപൂർവ ധാതുക്കൾ തുടങ്ങിയ നിർണായക വസ്തുക്കൾ ആയുധ നിർമ്മാണത്തിനായി മാറ്റിവെക്കുന്നത് സിവിലിയൻ വിപണിയിലും ക്ഷാമമുണ്ടാക്കുകയും ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ മേഖലകളെ തകർക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ആഗോള സമാധാനം എന്നത് ആയുധങ്ങളുടെ അഭാവമല്ല, മറിച്ച് ശക്തികളുടെ തുല്യതയാണെന്ന് റഷ്യ കരുതുന്നു. ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയുടെ മരണം ഒരു യുഗത്തിന്റെ അന്ത്യമാണ്. ലോകം പഴയതിനേക്കാൾ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഉണരുകയാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ ആധിപത്യം തകർക്കപ്പെടുന്നതും റഷ്യ ഒരു നിർണായക സൈനിക ശക്തിയായി വീണ്ടും ഉദയം ചെയ്യുന്നതും വരും ദശകങ്ങളിലെ ചരിത്രത്തെ മാറ്റിമറിക്കും. ഇത് കേവലം ആയുധങ്ങളുടെ കണക്കല്ല, മറിച്ച് ആത്മാഭിമാനത്തിന്റെയും പരമാധികാരത്തിന്റെയും നിലനിൽപ്പിന്റെയും പോരാട്ടമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ സാമ്പത്തികമായും സൈനികമായും തളർത്താൻ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ കൈവശമുള്ള അതിമാരകമായ ആയുധങ്ങൾ ഒരു ബാലൻസിംഗ് പവറായി വർത്തിക്കുന്നു. ഞങ്ങൾ അളന്ന രീതിയിലും ഉത്തരവാദിത്വത്തോടെയുമാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുമ്പോഴും
റഷ്യൻ മണ്ണിൽ തൊടാൻ ശ്രമിക്കുന്നവർക്ക് അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന മുന്നറിയിപ്പ് ക്രെംലിൻ നൽകിക്കഴിഞ്ഞു. റഷ്യൻ കരുത്തിന്ന് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു.